ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ലൊരു ദിവസം നിനക്ക് നേരുക. ഈശോയുടെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കൂടെ പറയാറുള്ള ഒന്നാണ് ഒരുക്കമുള്ള വ്യക്തിയായിരിക്കുക. ഇന്നും എനിക്ക് അത് തന്നെ പറയാനുള്ളൂ. കാരണം ഈശോയുടെ രണ്ടാം വരവ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാത്ത ഒന്നേ ഉള്ളൂ. ഈശോ സുവിശേഷത്തിൽ പറയുന്നുണ്ട് അവസാന കാലഘട്ടങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചും അതിനുശേഷം ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്ന മനുഷ്യപുത്രനെക്കുറിച്ചും വിധിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈശോ പറയുന്ന ഒന്നും കെട്ടുകഥകളല്ല, നമ്മൾ ഫേസ് ചെയ്യേണ്ട റിയാലിറ്റിയെക്കുറിച്ചാണ്. ഈശോയുടെ വചനത്തെക്കുറിച്ച് തന്നെ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 13-ാമത്തെ അധ്യായം 31-ാം തിരുവചനം. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോകുകയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറയുന്ന വചനങ്ങൾ സംഭവിച്ചിരിക്കും. ഈശോ ഇത് പറയുന്നത് അന്ത്യവിധിയെക്കുറിച്ചും അവസാന കാലഘട്ടത്തെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും പറയുന്ന സമയത്താണ് ഇത് പറയുക. എൻ്റെ വചനങ്ങൾ ഒരിക്കലും കടന്നുപോയാൽ സംഭവിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ നിനക്ക് കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കുവാനായിട്ടുണ്ട്. നിൻ്റെ ക്രിസ്തുവിലേക്ക് നീ ചേർക്കപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് കണ്ണുകളടച്ച് കരങ്ങളെ ഒന്ന് കൂപ്പാം. നല്ലവനായ കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. നിൻ്റെ നാമത്തിൽ ഈ വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ രണ്ടാമത്തെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ഒരുക്കുവാനായിട്ട് സഹായിക്കണമേ. ഇതൊരു പാഴ്വാക്കല്ല, നിൻ്റെ വചനങ്ങൾ യാഥാർത്ഥ്യമാണെന്നുള്ള ബോധ്യം കൊടുക്കണമേ. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ വിപത്തുകളിൽ നിന്ന് ഈ വ്യക്തിയുടെ പ്രിയപ്പെട്ടവർക്കും സംരക്ഷണം ഉണ്ടാകട്ടെ. ഉദ്യമങ്ങളെല്ലാം വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും